കോഴിക്കോട് ജില്ലയിലെ എടൂരിൽ ഇക്കഴിഞ്ഞ മെയ് 1 സിറോ മലബാർ സഭയുടെ 2ാമത്തെ മിണ്ടാമഠം ആശീർവദിക്കപ്പെട്ടത്. അസാധാരണ ദൈവവിളി ലഭിക്കാത്തവർക്ക് ഒരിക്കലും ഇവിടേക്ക് എത്താൻ സാധിക്കില്ല എന്ന് നിസ്സംശയം പറയാം. അത്തരത്തിൽ ഒരാളെപ്പറ്റിയാണ് ഇനി പറയാനുള്ളത്. ഫ്രാൻസിൽ നിന്നുള്ള സിസ്റ്റർ മരി വിത്വ എന്ന മരിയ വിക്ടോറിയ ഓഫ് ദി ക്രോസ്. പഠനത്തിൽ മുമ്പിലായിരുന്ന മരി വിത്വ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ബിരുദം നേടി. അംബാസഡർ ആകണമെന്നതായിരുന്നു ആഗ്രഹം. സിസ്റ്റർ മലയാറ്റൂർ മഠത്തിൽ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. 7 വർഷമായി കേരളത്തിലെത്തിയിട്ട്. ഇന്ത്യ അന്ധവിശ്വാസികളുടെ രാജ്യമാണ് എന്നായിരുന്നു സിസ്റ്റർ തുടക്കത്തിൽ കരുതിയിരുന്നത്. അങ്ങനെയിരിക്കെയാണ് ആർസിലെ വിശുദ്ധ മരിയ വിയാനിയുടെ ദേവാലയത്തിൽ വെച്ച് കേരളത്തിൽ നിന്നെത്തിയ ഒരു സംഘം തീർത്ഥാടകരെ കണ്ടുമുട്ടിയത്. സിറോ മലബാർ ക്രമത്തിലെ കുർബാന ആദ്യമായി കണ്ടതും അവിടെ വെച്ചായിരുന്നു. അതേറെ ആകർഷിക്കുകയും ഇന്ത്യക്കാർ നന്നായി പ്രാർത്ഥിക്കുന്നവരാണെന്ന ബോധ്യം ലഭിക്കുകയും ചെയ്തു. My name is Sister Marie Victoire de la Croix. I am French. I received a call to come in India and especially in Kerala. That is already 7 years ago. And 20 years ago I received a call to come in India also. But 7 years ago I received this call for Kerala. So finally, with the grace of God, I came. I am very happy to see Kerala and the Christian here, the church. I love very much that experience for me, a gift of God to see that the church of our Holy Fathers, Mark Thomas. And I thank God for the fervor and the beauty of the families in India, the communities, the parish. All this is very beautiful, and I pray that this can be protected and that Kerala can keep this faith and not lost it by the materialism, for example, and the destruction of family. So I'm praying so that you can keep your families, your parish like this. അമ്മയുടെ മരണശേഷം അധികം കഴിയുന്നതിന് മുൻപ് പകൽ സമയത്ത് ദർശനം പോലെ ഒരു സ്വപ്നം കണ്ടു. മലയുടെ മുകളിലുള്ള ഒരാശ്രമമായിരുന്നു സ്വപ്നത്തിൽ ദർശിച്ചത്. കേരള എന്ന സ്വരം പലപ്പോഴും ചെവിയിൽ മുഴങ്ങാൻ തുടങ്ങി. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് സുഹൃത്താണ് പറഞ്ഞു കൊടുത്തത്. കേരളത്തിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് കത്തെഴുതി. ആദ്യമൊന്നും അധികാരികൾ അതിനെ അനുകൂലിച്ചില്ലെങ്കിലും പിന്നീടത് ദൈവഹിതമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടേക്ക് സ്വീകരിച്ചത്.